മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രജാപതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പ്രജാപതി എന്ന് പറഞ്ഞാൽ യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേ യത് സഹജം പുരസ്താദ് ആയുഷ്യമഗ്രം മൃതിമഞ്ജ ശുഭ്രം യജ്ഞോപവീതം ബലമസ്തു ചേതഃ. പ്രജാപതി എന്ന വാക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന, പ്രപഞ്ചത്തെ മുഴുവനും ഗ്ലോറിയസ് ആയിട്ട് നിയന്ത്രിക്കുന്ന, ആ പ്രപഞ്ചത്തിലുള്ള സർവ്വജീവജാലങ്ങളും ജീവനില്ലാത്തത്, അതിനെയാണ് പ്രജകൾ എന്ന് പറയാം. പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്, ഭരിക്കുന്ന ആള്, രാഷ്ട്രപതി എന്ന് കേട്ടിട്ടില്ലേ? ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും ധന്യമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു വലിയ ഈശ്വര ശക്തി. ഇത് ഈ ഭൂമിയിൽ മാത്രമല്ല, പ്രകൃതി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, ഗൈഡ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം, നിലനിർത്തുക എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ജനന, നിലനിൽപ്പ്, മരണം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലൂടെ അനുനിമിഷം സർവചരാചരങ്ങളെയും നയിക്കുന്ന ആ വലിയൊരു ശക്തി. ആ ശക്തി നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധ്യമല്ല. ഏതോ വാചോ നിവർത്തന്തേ എന്ന് ഞാൻ പറയേണ്ടായി. യത് ചക്ഷുഷ ന പശ്യതി, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. യത് ശ്രോത്രേണ ന ശൃണോതി, ചെവിയോട് കേൾക്കാൻ സാധ്യമല്ല. കേട്ട് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. യത് മനസ്സാ ന മനുതി, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധിക്കില്ല. ഈ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ്. പ്രപഞ്ചം വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ. ഈ ലോകം മുഴുവനും കണ്ണുകളും, ലോകം മുഴുവനും മസ്തിഷ്കവും, ലോകം മുഴുവനും കൈകളും, ലോകം മുഴുവനും കാലുകളുമുള്ള ഒരു മഹാപ്രപഞ്ച ശക്തി. അതാണ് പ്രജാപതി. ആ പ്രജാപതിയാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞ് പരത്താൻ ഡോക്ടർ കോശി എബ്രഹാം എന്ന് പറയുന്ന ഒരു മാനസിക രോഗി, എങ്ങനെ പറയാൻ പറ്റുള്ളൂ വേദത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം പ്രജാപതിയാകം, ആ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ശക്തിയെ മഹർഷിമാര് അഗ്നിയിൽ ഹോമിച്ചു അത്രേ. എന്നാലോചിച്ച് നോക്കാം, രൂപഭാവങ്ങളില്ലാതെ നിറഞ്ഞിരിക്കുന്ന ആ പ്രജാപതിയെ ഹോമിച്ചു എന്നൊരു വാക്കില്ല വേദത്തിൽ, ഒരിടത്തും ഇല്ല. ഇനി ആ പ്രജാപതിയുടെ ലക്ഷണങ്ങൾ കോശി എബ്രഹാം പറഞ്ഞിരിക്കുന്നു. ഈ പ്രജാപതിയാകം എന്ന പുസ്തകത്തിലെ തനിമണ്ടത്തരം, ഏതെങ്കിലും കോടതിയിൽ പോയാൽ ഇയാൾക്ക് ഒരു മതത്തെ അവഹേളിച്ചതിന് ഒരു 15 ജന്മത്തിലെ തടവിന് കിട്ടും. ആ പുസ്തകത്തിന് ശരിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് മാർ ജോസഫ് പവത്തിൽ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് ഓഫ് ചങ്ങനാശ്ശേരി. മാത്രമല്ല പ്രസിഡന്റ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ്, ഇദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ കോശി എബ്രഹാമിന്റെ കുൽസിത പരിപാടി എന്താ അറിയോ? വേദത്തിൽ മുഴുവൻ യേശുക്രിസ്തുവാണ്, ഭവിഷ്യപുരാണത്തിൽ യേശുക്രിസ്തുവാണ്, അപ്പൊ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രജാപതി യേശുക്രിസ്തുവാണ്. അപ്പൊ പിന്നെ യേശുക്രിസ്തുവിനെ ഹിന്ദുക്കൾക്ക് സ്വീകരിച്ചൂടെ? മറിച്ചൊരു ചോദ്യമുണ്ട്, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രജാപതി യേശുക്രിസ്തു ആണെങ്കിൽ എന്തിനാ ബൈബിള് സ്വീകരിക്കാൻ പോണേ? വേദം സ്വീകരിച്ചാൽ പോരെ? അത് ഹിന്ദുക്കൾ ചോദിക്കുകയില്ല. ഒന്നിത് ഹിന്ദുക്കൾ വായിക്കാനില്ല. ക്രിസ്ത്യാനികളുടെ അപകർഷത അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലുമെല്ലാം ആ മതം വൈപ്പ് ഔട്ട് ചെയ്ത് പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റിയ വികസിത രാഷ്ട്രത്തിലെ സമൂഹത്തിന്റെ അവസ്ഥ ഭാരതത്തിൽ വരാതിരിക്കാൻ, ക്രിസ്ത്യാനികൾക്ക് വരാതിരിക്കാൻ അവര് വേദത്തിൽ അതുണ്ട്, ഭാരതീയ പൈതൃകം ഞങ്ങളുടേതുമാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മറ്റേ കർദിനാൾ പറഞ്ഞ മാതിരി യോഗ നമ്മുടേതല്ല, വേദമന്ത്രം നമ്മുടേതല്ല, നമ്മൾ വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് മറുവശത്ത് പറയുകയും ചെയ്യും. ഇവിടെയുള്ള ശിവരാത്രിയും വിദ്യാരംഭം എല്ലാം എടുക്കുകയും ചെയ്യും. അതവിടെ ഇരിക്കട്ടെ. ഇനി പ്രജാപതി ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന മഹാശക്തി, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, എന്നാൽ അത് മനസ്സുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്ന് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തവർക്ക് എക്സ്പീരിയൻഷ്യലായിട്ട് ലഭിക്കാവുന്ന ആ അറിവില് പ്രജാപതിയെ എങ്ങനെയാണ് വളച്ചൊടിച്ച് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ആ പുസ്തകത്തില് വരിയാണ് പ്രജാപതിയുടെ ലക്ഷണങ്ങള്. യാഗപുരുഷൻ കുറ്റമില്ലാത്തവനായിരിക്കണം. അത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്?
ഈ പ്രജാപതി യാഗപുരുഷനാണോ? പുരുഷൻ എന്ന് വെച്ചാൽ മനുഷ്യൻ, കുറ്റമില്ലാത്ത മനുഷ്യൻ. അയാളെയാണ് യാഗം കൊടുക്കാനായിട്ട് പോകുന്നത് കോശി എബ്രഹാമിന്റെ വട്ടുപിടിച്ച തലയിലൂടെ. അപ്പൊ മനുഷ്യന് യാഗം കൊടുക്കലാണ് യഥാർത്ഥത്തില് യേശു ക്രിസ്തുവിനെ യാഗം ചെയ്യാൻ. കുരിശിലിട്ടതൊന്നുമല്ല, അഗ്നിയിൽ മുറിച്ച് നെയ്യ് ഒഴിച്ച് ഹോമിച്ചതാണ്. അപ്പൊ യാഗപുരുഷൻ കുറ്റമില്ലാത്തവനായിരിക്കണം. അത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഇയാൾ തന്നെത്താനെ പറയാം. അങ്ങനെ ഒരു യാഗപുരുഷൻ യാഗത്തിന് വേണ്ടി ഒരു മനുഷ്യനെ തയ്യാറാക്കിയിട്ടില്ല. തലയിൽ കാട്ടുവള്ളി ചുറ്റണം. അതായത് ഈ പ്രപഞ്ചമാകുന്ന പ്രജാപതിയുടെ തലയിൽ കാട്ടുവള്ളി ചുറ്റണമെങ്കിൽ ഈ മാർ പവ്വത്തിലിന്റെ വീട്ടിൽ നിന്ന് കാട്ടുവള്ളി ഉണ്ടാക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ കോശി എബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം. ഈ പ്രപഞ്ചത്തിന്റെ തലയിൽ കാട്ടുവള്ളി ചുറ്റുക. ബൈബിളിലെ യേശു ക്രിസ്തുവിന്റെ തലയിൽ കാട്ടുവള്ളി ചുറ്റി എന്നുള്ളതിന് ഇയാൾ തന്നെത്താനെ ഉണ്ടാക്കിയതാണ്. പ്രജാപതിയുടെ തലയിൽ കാട്ടുവള്ളി ചുറ്റി. സ്വന്തം ജനങ്ങൾ തള്ളി പറയണം. അപ്പൊ ഈ പ്രജാപതിക്ക് സ്വന്തം ജനങ്ങളും സ്വന്തം അല്ലാത്ത ജനങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രജാപതി തൽക്കാലം ഒരു ജനമാക്കി അങ്ങ് മാറ്റി. സ്വന്തം ജനങ്ങൾ തള്ളി പറയണം. ഇത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കുക, എത്ര വികൃതമായിട്ടുള്ളതാണ്. കോശി എബ്രഹാമിനെ പോലെയുള്ളവർ പറയുന്നത് മനസ്സിലാക്കാം, മാനസിക രോഗിയാണെന്ന്. ഈ ആർച്ച് ബിഷപ്പ് മാനസിക രോഗിയാണോ ഇത് ന്യായീകരിച്ച് എഴുതാൻ? സ്വന്തം ജനങ്ങൾ തള്ളി. ഈ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന മഹാശക്തികൾക്ക് സ്വന്തക്കാര് അതിനെ തള്ളിപ്പറയണം. അടുത്ത യാഗപുരുഷൻ കഷ്ടതകൾ അനുഭവിക്കണം. എന്റെ ഈശ്വര, ഈ പ്രപഞ്ച ചൈതന്യം കഷ്ടതകൾ അനുഭവിക്കണം. ആരാ തീരുമാനിച്ചിരിക്കുന്നത്? കോശി എബ്രഹാം തീരുമാനിച്ചു. അതിനെ പവത്തിൽ ന്യായീകരിച്ചു. ആ യേശുക്രിസ്തുവാണ് പ്രജാപതി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന വക്രമായിട്ടുള്ള വിവരണങ്ങൾ യാഗമൃഗത്തെ യൂപത്തോട് ചേർത്ത് കെട്ടണം. ഇത്രയും നേരം യാഗപുരുഷനായിരുന്നു പറഞ്ഞത്. യാഗപുരുഷൻ കുറ്റമില്ലാത്തവനായിരിക്കണം. യാഗപുരുഷന്റെ തലയിൽ കാട്ടുവള്ളി ചുറ്റണം. അതിന്റെ ചുവട്ടിൽ യാഗപുരുഷൻ കഷ്ടതകൾ അനുഭവിക്കണം. അടുത്തത് പുരുഷൻ എന്ന വാക്ക് മാറ്റി യാഗമൃഗത്തെ. അപ്പൊ യേശു ക്രിസ്തു മൃഗമായിരുന്നോ? എന്നാലോചിച്ച് നോക്കുക. യാഗമൃഗത്തെ യൂപത്തോട് ചേർത്ത് കെട്ടണം. എന്നിട്ട് യാഗമൃഗം ഈ യാഗം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആടോ ഏതാന്ന് വെച്ചാൽ അത്. അപ്പൊ ഈ അഗ്നിയൊക്കെ കൂട്ടിയിട്ട് യേശു ക്രിസ്തുവിന്റെ തലയർത്ത് അതിലേക്ക് ഹോമിക്കാനാണോ യാഗപുരുഷനെ കൊണ്ടുവന്നത്? അല്ല, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന മഹാ തേജസ്സിനെ ഒരു കയറുകൊണ്ട് അങ്ങോട്ട് ഒരു തൂണിൽ കെട്ടുക. യാഗമൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകണം. അപ്പൊ രക്തം ഒഴുകണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന പ്രജാപതി എന്ന സങ്കല്പത്തിന്റെ അതിന്റെ ഒരു ഭാഗമാണ് രുദ്ര പ്രജാപതി, ഒരു ഭാഗമാണ് വിഷ്ണു പ്രജാപതി, ഒരു ഭാഗമാണ് യഥാർത്ഥത്തില് ബ്രഹ്മ പ്രജാപതി. പ്രപഞ്ച ചൈതന്യത്തെ സൃഷ്ടി സ്ഥിതി സംഹാര രൂപത്തില് വിവരിക്കുകയാണെങ്കിൽ ആ പ്രജാപതിയുടെ അംശങ്ങളെല്ലാം പ്രജാപതികളാണ്. സൃഷ്ടി പ്രജാപതി, ബ്രഹ്മ പ്രജാപതി. സ്ഥിതിക്ക് ഈ പ്രപഞ്ച ചൈതന്യം ചെയ്യുന്ന കർമ്മങ്ങളെ വിഷ്ണു പ്രജാപതി. എല്ലാം ജനിച്ചതെല്ലാം തിരിച്ചു മരിക്കണം. സൂര്യൻ പോലും ഒരു ട്രില്യൺസ് ഓഫ് വർഷം കഴിയുമ്പോഴത്തേക്കും ബ്ലാക്ക് ഹോളായി മാറും. അപ്പോ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ ശക്തി രുദ്ര പ്രജാപതി. അപ്പോ ആ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ആ പ്രജാപതിയുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ രക്തമൊഴുകണം. അത് എവിടെ നിന്നാണാവോ? തലയെന്നാണോ? നമുക്ക് കണ്ണൂരോ മറ്റോ ആണെങ്കിൽ പറയാം 52 വെട്ടുവെട്ടിയ സ്ഥലത്ത് നിന്നാണ് രക്തം ഒഴുകേണ്ടതെന്ന് പറയാം. അപ്പോ യാഗമൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന്, അപ്പൊ പ്രജാപതി എന്ന വ്യക്തി പ്രപഞ്ച പുരുഷൻ പതുക്കെ മൃഗമായി, പിന്നെ ആ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകണം. യാഗമൃഗത്തിന്റെ എല്ലുകൾ ഒടിയരുത്. ഒടിഞ്ഞാൽ എന്താ കുഴപ്പം? ദൈവത്തിനെ അറിയുള്ളൂ. എല്ലുകൾ ഒടിയാതെ തീയിലിടണം. അത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നതേ. അപ്പൊ ഈ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ആ പ്രപഞ്ച ശക്തിക്ക് എല്ലുകളുണ്ട്. ഏത് ടൈപ്പ് എല്ലുകളാണോ? ദിനോസാറിന്റെ എല്ലുകളാണോ? കോശി എബ്രഹാമിന്റെ എല്ലുകളാണോ? ചങ്ങനാശ്ശേരി ബിഷപ്പ് കാത്തലിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പവത്തിലിന്റെ എല്ലുകൾ പോലെയാണോ? ദൈവത്തിനറിയാം. യാഗമൃഗത്തിന്റെ തോല് ബ്രാക്കറ്റിൽ അങ്കി കീറരുത്. ഈ തോലും അങ്കിയും ഒന്ന് തന്നെയാണ്. ഷർട്ടും തോലും ഒന്ന് തന്നെയാണ്. തോലിന്റെ കട്ടിയും ഷർട്ടിന്റെ കട്ടിയും എന്ന് പറയാൻ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ യാഗമൃഗത്തിന്റെ തോല് കീറരുത്. അത് ഏതാ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത്. എന്തൊരു തറ വിവരണാണെന്ന് നോക്കുക. തറ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും തറയ്ക്ക് പോകാൻ സാധിക്കില്ല.
ഒരു മൃഗത്തിന്റെ തോല് കീറരുത്. റംസാൻ മാസത്തിൽ മൃഗങ്ങളെ വെട്ടിമുറിച്ച് തിന്നുന്ന മാതിരിയാണ്. അല്ലെങ്കിൽ നോർത്ത് കേരളയിൽ വിഷുവിന് ഇറച്ചി തിന്നവര് മൃഗത്തെ മുറിക്കുന്ന മാതിരിയാണ്. തോൽ കീറരുത്. അടുത്തത് യാഗമായി ദഹിപ്പിക്കപ്പെട്ട ശേഷം വീണ്ടും ജീവിക്കണം. അതായത് മൃഗത്തിനെ മുറിച്ച് ഹോമിച്ച് ചാരമായി കഴിഞ്ഞാൽ ആ ചാരം പിന്നെയും ജീവിച്ചു വരണം. എന്തൊരു മണ്ടത്തരാ നോക്കാം. ഇത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാ പറയാ. ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോന്നും. യാഗമൃഗത്തിന്റെ മാംസം ഭക്ഷിക്കണം, അതിന്റെ എല്ല് ഒടിയാൻ പാടില്ല, ശരീരത്തിൽ നിന്ന് ചോരൊഴിയണം, അതിന്റെ തൊലി മുറിയരുത്, പക്ഷെ മാംസം തിന്നണം, മാംസം ഭക്ഷിക്കണം. ഇത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. യഥാർത്ഥത്തില് എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഈ പുസ്തകം എഴുതിയതിന് ശേഷം ഈ ക്രിസ്ത്യാനികൾ കുറേ പേര് ഇതിനെ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആചാര്യനായിട്ട് കണക്കാക്കുന്ന പ്രൊഫസർ മത്തായി പള്ളിക്കുന്നേൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയപ്പോ അവിടെ ഒരു പണ്ടത്തെ കൊച്ചിൻ കോർപ്പറേഷൻ മേയർ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. എന്റെ പേരെനിക്ക് ഓർമ്മയില്ല. അയാൾ എന്നോട് പറഞ്ഞത്, സാറേ, ഹിന്ദു മതത്തിന്റെ പ്രജാപതിയും യേശുക്രിസ്തുവിന്റെ ലക്ഷണങ്ങളും ഒന്നു തന്നെയാ സാറേ. ഞാൻ അവിടെ നിന്ന് കയറി ഒരു ഫയറിങ് 15 മിനിറ്റ്. ആ മനുഷ്യനെ ഞാൻ ഇനി പറയാത്ത വാക്കുകളില്ല. പള്ളിക്കുന്നിൽ മത്തായി സാർ ഇത് മുഴുവനും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. 2-3 വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ പള്ളിക്കുന്നിൽ മത്തായി സാറിനെ എപ്പോഴും കാണാൻ പോകാറുണ്ട്. എൻ്റെ പുതിയ പുതിയ പുസ്തകങ്ങളെല്ലാം റിലീസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വന്നിച്ചിട്ട് നമസ്കരിച്ചിട്ടേ ഞാൻ വരാറുള്ളൂ. കാരണം എന്നെ എറണാകുളത്തെ ദ്വാരക ഹോട്ടലിലെ സപ്ലയർ ആയിരുന്ന ഗോപാലകൃഷ്ണനെ സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ കൊണ്ടുപോയി അഡ്മിഷൻ നൽകി എന്നെ ഞാനാക്കിയത് പള്ളിക്കുന്നിൽ മത്തായി സാറാണ്. അദ്ദേഹം പറയാറുണ്ട്, ഗോപാലകൃഷ്ണൻ അന്ന് ആ മനുഷ്യനോട് ഷൗട്ട് ചെയ്തത് ഞാൻ ജീവിതത്തിൽ മറക്കില്ല എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതായത് ഇത്രയും വിദ്യാഭ്യാസമുള്ളവര് ഇതിന് അവതാരിക എഴുതാൻ വരിക, അത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുക, അപകർഷതയുടെ പരമകാഷ്ഠയിലുള്ളത് കൊണ്ടല്ലേ ഇത്രയും മണ്ടത്തരത്തിന്റെ ക്ലൈമാക്സ് ഉള്ള മണ്ടത്തരം. പ്രജാപതിയുടെ തലയിൽ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പ്രജാപതിയുടെ തലയിൽ കാട്ടുവള്ളി ചുറ്റണം, അതിനെ മൃഗമാക്കണം, അതിൻ്റെ തോല് മുറിയരുത്, ചോര എന്നാൽ വരിയം വേണം, എല്ല് ഒടിയരുത് എന്നാൽ മാംസം തിന്നുകയും വേണം. ഇങ്ങനെയെല്ലാം പ്രജാപതിയെ വിവരിച്ച കോശി അബ്രഹാം മാനസിക രോഗികളായ 2 മക്കളുടെ അച്ഛനായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് കൃത്യം അറിഞ്ഞൂടാ, പാലായിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലെ അഡ്രസ്സ് അദ്ദേഹം കൊടുക്കാറില്ല. കാരണം നാട്ടുകാർ കൈകാര്യം ചെയ്താലോ എന്ന പേടിയാവാനാണ് സാധ്യത. ഏതായാലും കോശി റാന്നി എന്നാണ് പറയാ. ചിലതിൽ പാലാന്ന് എഴുതും, ചിലതിൽ റാന്നി എന്ന് എഴുതും. പോസ്റ്റ് ബോക്സ് നമ്പറേ കൊടുക്കുള്ളൂ. കാരണം പോസ്റ്റ് ബോക്സ് നമ്പർ വെച്ചുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ആരും ഒന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ എഴുതിയ കുറേ പുസ്തകങ്ങൾ ഇയാൾ എഴുതിയിട്ടുണ്ട്. യുഗാന്ത്യ സന്ദേശം എന്നാണ് അതിന്റെ പേര്. അതിന്റെ 2ാമത്തെ ടൈറ്റില് ഭാരത സുവിശേഷീകരണം. ഈ ഭാരതത്തെ സുവിശേഷീകരണം ചെയ്യാനാണ് കോശി അബ്രഹാം ഇതേപോലെ ചെയ്തിരിക്കുന്നത്. ഈ കോശി അബ്രഹാം എഴുതിയ പുസ്തകം, അതിനെ പവത്തിൽ അവതാരിക എഴുതിയത്, അതിനെ മാറ്റി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ശരിക്ക് റബ്ബർ ബോർഡിലെ ക്ലാസ് 4 വെള്ളം അടിച്ച് റോട്ടിൽ കറങ്ങിക്കിടന്ന അരവിന്ദാക്ഷ മേനോൻ എന്ന് പറയുന്ന ഒരാള് ഇപ്പൊ പോട്ടാ ധ്യാന കേന്ദ്രത്തിലെ പ്രീസ്റ്റാണ്, ക്രിസ്ത്യാനിയായിട്ട് മതം മാറിയിട്ട്. അയാളാണ് ഈ പ്രജാപതി എന്ന സങ്കല്പം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കോശി അബ്രഹാമിനെയും പവത്തിലിനെയും രക്ഷിക്കേണ്ടത് ക്രിസ്ത്യാനിയുടെ ആവശ്യം. മാത്രമല്ല, ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? കുറേ അധികം ഉപനിഷത്തുക്കളുടെ വരി വെറുതെ കൂട്ടിയിരിക്കാം. വേദത്തിന്റെ വരികൾ കൂട്ടിയിരിക്കുന്നു. അതൊന്നും ബൈബിളുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഈ ബൈബിളിലുള്ള കാര്യമാണ് ഇതിലുള്ളതാണ് ബൈബിളിലുള്ളത് എന്ന് പറയാൻ വേണ്ടി ആ പുസ്തകം മുഴുവനും വേദങ്ങളുടെ ചില വരികൾ, അതിലെ ദുർവ്യാഖ്യാനങ്ങൾ, പിന്നെ ഇല്ലാത്ത വരികൾ ഉണ്ടാക്കിയിട്ടും ചേർത്തിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഇല്ലാത്ത ഇഷ്ടംമാതിരി സംസ്കൃത വാക്കുകൾ. വൃക്ഷശൂലാർപ്പതായനമ, അങ്ങനെ ഒരു വാക്ക് സംസ്കൃതത്തിലുണ്ടോ? വൃക്ഷശൂലാർപ്പത, അങ്ങനെ ഒരു വാക്കുണ്ടോ? എത്രയോ വികൃതമായിട്ടുള്ള മലയാള വാക്ക്
സംസ്കൃതമാണെന്ന് വരുത്തി തീർക്കാൻ ചെയ്യുന്ന ഒരു വർക്ക് മിസ്ഇന്റർപ്രിട്ടേഷനിലൂടെ കുറേ ദുർവ്യാഖ്യാനം ചെയ്ത് പിന്നെ ഇന്റർപ്രിട്ടേഷൻ ഒന്നുമില്ലാണ്ട് ഈ പുസ്തകത്തിൽ മുഴുവൻ ഉപനിഷത്തിന്റെയും ഭഗവത്ഗീതയുടെ വാക്കുകൾ കൊടുക്കുക. പെട്ടെന്ന് വായിക്കുന്നവന് തോന്നും ഇതൊക്കെ ബൈബിളിലുള്ളതാണ്. വേറെ വിവരമില്ലാത്ത ക്രിസ്ത്യാനികൾക്ക് അത് മതിയല്ലോ കിട്ടാനായിട്ട്. അങ്ങനെ ശരിക്ക് കൊലപാതകം വേദത്തെ ചെയ്തിരിക്കുന്നതാണ് കോശി എബ്രഹാം. അതിനെ ന്യായീകരിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി ബിഷപ്പ്, കാത്തലിക് ബിഷപ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പവത്തില്. അതാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. പ്രണാമം, നമസ്കാരം.